ഹേ ഗൈസ് ഇറ്റ്സ് മീ മിസ്റ്റർ ആർ ജി എം. അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലെ മൈൻക്രാഫ്റ്റ് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സർവൈവൽ വേൾഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേൾഡിലേക്ക് കടക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇച്ചിരി ഇഷ്യൂസൊക്കെ വന്നു. ഇത് നമ്മുടെ 10 days 10 മൈൻക്രാഫ്റ്റ് വീഡിയോസിലെ ഡേ 9 ആണ് ഗൈസ് ഇന്ന്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓ ഷിറ്റ്, രാത്രി ആവും 3 ഹാർട്ട്. ഇപ്പം എന്തേലും ഒന്നിനെ കൊന്നാൽ ഞാൻ ചത്തു. തേർഡ് പേഴ്സണിൽ പോവാ. ഉറങ്ങണം. തേർഡ് പേഴ്സൺ ആരാ വെച്ചേ? ഞാൻ തന്നെ ആയിരിക്കും. തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആക്കി. ഓക്കെ. അയ്യോ ഗൈസ്, ഫുഡില്ല. ഫുഡോടെ ഈ ഷുഗർക്ക് ഞാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുഡ് തീർന്നിരിക്കുന്നു. 3 ഹാർട്ട്. ഇവിടെ ചത്ത് ഞാൻ അതിനകത്ത് സ്പീഡിൽ പോണ. ഞാൻ സ്പ്രിൻ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ എത്ര സ്പീഡിൽ പോയത്? ഷിറ്റ് ഗൈസ്, ഫുഡില്ല. നമ്മൾ എന്ത് ചെയ്യും? താഴത്തോട്ട് എങ്ങാനും താഴെ വീണ് ഹാർട്ട് പോയി കഴിഞ്ഞാൽ ചത്തു എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ബെഡ് അവിടെ ഇല്ലേ? അപ്പോൾ ഐറ്റംസ് കളിക്കുക. ഇവിടുന്ന് താഴെ വീണ 3 ഹാർട്ട് പോകും. Oh shit. ഓക്കെ, ഞാൻ ഈ വേൾഡിൽ കയറിയപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഈ വില്ലേജർ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണേ. മിസ്റ്റർ ലൈബ്രറി ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 3 ഇയാളുടെ ഇത് കിട്ടും. ഇത് 2ാമത്തെ ലൈബ്രറി. ഇവിടെ ഒന്നുമില്ല. ഇവിടുന്ന് വീണാൽ 2 കാട്ട് പോവും. ചത്തു. ഷിറ്റ് ഗായ്സ്, ചത്തു. ചത്ത് ഗൈസ്. കുഴപ്പമില്ല, സർവൈവലായല്ലോ. സർവൈവലാണല്ലോ, രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ചാവാൻ തന്നെ വന്നത് തന്നെ. നമ്മുടെ കയ്യിൽ ആർമർ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഹാർട്ട്സ് ഒന്ന് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. പകുതിയായിട്ടും പോയി. എടീ ഇതെന്നാടേ? ഓ, നമ്മുടെ ബിൽഡിങ് ഞാൻ മറന്നേ പോയി. നമുക്ക് നമ്മുടെ സാൻഡ് ഫർണസി വെക്കണം. കുറേ പരിപാടി ഉണ്ട് ഗൈസ്. ഇവിടെ എവിടെയാണ് സോംബി? ഈ കുറേ എണ്ണത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നറിയില്ല. ഇവിടെ നിന്നാണ് ഗൈസ്. കുഴപ്പമില്ല. അതങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു ഇല്ല. ഇവിടെ ഈ സോംബി ചുമ്മാ മനുഷ്യനായിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ഈ മലയുടെ മുകളിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം നമ്മളിനി അത്രയും വലിയൊരു വാള് ബിൽഡ് ചെയ്യണം. പണി തുടങ്ങാം. ഇതുപോലെ നമ്മൾ കുറച്ചെണ്ണം പണിയണം ഗൈസ്. ഗൈസ്, നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ ചെയ്ത് പോകുന്നത്. വാട്ട്? കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ 2 3 4 5 6 അതെ. പിന്നെ
7, 8. അതെ, 8 1, 2, 3, 6. ഇവിടെ നമ്മൾ 6 ബ്ലോക്ക് അപ്പ് ചെയ്യണം. 1, 2, 3, 4, 5, 6. ഷിറ്റ്. ഓക്കെ, നമുക്കിത് വേഗം ബിൽഡ് ചെയ്യണം ഗൈസ്. ഫുഡും ഇല്ല. ഹാഫ് ഹാർട്ട് എനിക്ക് എവിടെ നിന്നെങ്കിലും എന്നടാ ഷിറ്റ് എന്നെ പറഞ്ഞേ ഉള്ളൂ. അവിടെ ഒരു സോംബിനെ കണ്ടു. എവിടുന്നാണ് ഈ സോംബിയൊക്കെ ചാവണ സൗണ്ട് ആക്കണം? എൻ്റെ പിക്കാക്ഷൻ ചെയ്യും. എത്രയും പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ഒരു സൈഡിലെ വാള് ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ബെഡിലോട്ട് തന്നെ ചാടണം. ബെഡ് ചാടി, എന്നാലും ചാവാനുള്ളൊരു പോയിന്റ് വന്ന് നിന്നു, അങ്ങനെ പറയാം. ഇവിടെ ഒരു മോപ്സിനെയും കാണാനില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അളവെടുക്കണം ഗൈസ്. 1, 2, 3, 4, 5, 6, 7. ഇവിടെ മതി. 1, 2, 3, 4, 5, 6. എത്ര ബ്ലോക്ക് ഉണ്ടോ? പക്ഷേ എനിക്കിത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയില്ല. ഷീറ്റ്. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ ഗൈസ്, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഗൈസ് ഈക്വൽ ആയിട്ടുണ്ട്. താഴത്തോട്ട് നമ്മളിനി ഇവിടുന്ന് എത്രയായിരുന്നു? കണക്ക് മറന്നുപോയി. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഗൈസ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അയ്യോ, ഒരു ബ്ലോക്ക് കൂടിപ്പോയി. ഇപ്പം കറക്റ്റ് ആണ്, കറക്റ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടുന്ന് 2, 3, 4, 5, 6, 7, 8, 9, 10 ഇവിടുന്ന് ചാടണം. 3 ഹാർട്ട് ഓഫ് ഡാമേജ്.
ഫുഡില്ലേ? രണ്ട് കാട്ടേ ഉള്ളൂ, വല്ലതും വന്ന് അടിച്ച ചത്തു ഗൈസ്. ഗൈസ് പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. കോബിൾ സ്റ്റോൺ തീർന്നു. സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേനും കോബിൾ സ്റ്റോൺ തീർന്നു. സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിച്ചെന്ന് വിചാരിച്ചിരിക്കുന്നു. എൻ്റെ സ്കൂൾ നാളെ തുറക്കും. അപ്പം നാളെ തന്നെയുള്ള വീഡിയോ ഇന്നും കൂടെ ഷൂട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് കിടക്കാൻ ഗൈസ്. അത്രയും കഷ്ടപ്പാടാണ്. ഇപ്പോഴത്തേനും എന്താ രാത്രിയായി. ഇവിടെ പോയി കിടക്കാം. എടേ ഇത്രയും നൈറ്റായിട്ട് നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാവില്ല ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോ തീർക്കണം. ഇടേ അതാണ് അല്ല സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ വീണ്ടും ബ്ലോക്കപ്പ് ചെയ്യണം. ഇത് കുറേ നേരം എടുക്കുമല്ലോ. നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ് ഉണ്ടാക്കിയ ബേസ് തന്നെയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. പുള്ളിക്കാരൻ എൻ്റെ ഗുരുവാണ് ഗൈസ് എന്ന് തോന്നുന്നു. എടാ ഇനിയാ ഇവിടുന്ന് എങ്ങനെ താഴെ പോവും? ചത്ത്. ഫുഡും ഇല്ല, ഒന്നുമില്ല. ഇവിടുന്ന് താഴെ പോയാൽ ചത്ത്. അത് 2 ഹാർട്ട്. എടാ ഊമ്പി. ഇത്രേ പറയാനുള്ളൂ എനിക്ക്. അയ്യോ അയ്യോ. അയ്യോ പണി കിട്ടി ഗൈസ്. പണിയായല്ലോ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ താഴത്തോട്ടിറങ്ങി നമ്മൾ ചാവും. നമ്മുടെ സ്പൂൺ അതാണ്. അപ്പോൾ കുഴപ്പമില്ല. ചത്തു. സ്ക്രീൻ ലാഗാ. എടേ മുടിഞ്ഞ ലാഗ്. ഞാൻ ഗെയിം ക്രാഷ് ആയിപ്പോയി ചത്തപ്പഴത്തിന്. ഇതെന്നെ പറ്റി? നമ്മൾ ചത്തപ്പഴത്തേനും ഗെയിം ക്രാഷായി. അപ്പോൾ ഇപ്പോൾ ചത്ത വരെ ഞാൻ സേവ് ആൻ അടിച്ചില്ല. എടാ പോടാ സത്യം. എടാ അണ്ണാച്ചി ആ തുടങ്ങിയ സൺസെറ്റ് വരെ ആവരുത്. അല്ല ഗെയിം ചെറുതായിട്ടൊന്നൊക്കെ റാഷായിപ്പോയി ഗൈസ്. കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഫുൾ ഹെൽത്തിലാണ്. പേടിക്കാനും ഇല്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഗൈസ്. താഴത്തോട്ട് ഇറങ്ങട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് വേണം നമുക്ക് ആടിനൊക്കെ കൊല്ലാം വേഗം തന്നെ. മിസ്റ്റർ ഷീപ്പ് ആൻഡ് പിഗ് ഫോൾ കില്ലിങ് അഥവാ വീഴിച്ചു കൊല്ലൽ. കുഴപ്പമില്ല. ഇനിയാണ് വയസ്സ് നമ്മുടെ മെയിൻ പരിപാടിയായ ഫർണസ് ഉണ്ടാക്കൽ. ഒരു ഫർണസ് റെഡി ആയിട്ടുണ്ട്. പശുവിന് തന്നെ ഇവിടെ കാര്യം. ഇത്ര ഉള്ളൂ ഗൈസ്, ഇത്ര ഉള്ളൂ. പശുവൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ മറ്റേ ഓക്ക് വെക്കുന്നു. നമ്മുടെ അടുത്ത് സാന് 36 സാന് നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്നു ഗൈസ്. അതുവരെ നമ്മൾ എന്തെങ്കിലും പരിപാടി ചെയ്യണം. നമുക്ക് ഈ ഫുഡ് എടുക്കാം. കുറച്ച് സ്റ്റോണും കൂടെ ഇറക്കണം. ഞാൻ നേരത്തെ ഒരു തെറ്റ് ചെയ്തു ഗൈസ്. അല്ല, ഒരു മിസ്റ്റേക്കായി. അതായത് നമ്മുടെ ആ ബേസ് എന്ത് നോക്കട്ടെ. അവിടുന്ന് ഈ റൈറ്റിൽ നിന്ന് അല്ല, ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ നോക്കുന്നുള്ള റൈറ്റിൽ നിന്ന് ആ സംഭവം അവിടുന്ന് ഇച്ചിരി സംഭവമുണ്ട്. പക്ഷേ അവിടുന്ന് നോക്കുമ്പോൾ അത് ഇറക്കുമായിരുന്നു. അവിടെ ബ്ലോക്സ് ഒന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് സാൻഡ് വേണം. ഇല്ല സാൻഡല്ല, ഗ്രാസ് വേണം. ഗ്രാസ് വെച്ച് അവിടെ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ
അപ്പോൾ കുറേ സാൻഡ് വേണം, അല്ല ഗ്രാസ് വേണം, കുറേ വേണം. ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്യട്ടെ ഗൈസ്. കുറച്ചൊക്കെ വേണം, കുറേ വേണം ഗൈസ്. അപ്പോൾ ഇപ്പോൾ എത്ര സാൻഡായി? 2 സ്റ്റാക്ക് ആവാറായി. അപ്പോൾ 2 സ്റ്റാക്കായില്ലേ? കുഴപ്പമില്ല ഗൈസ്, 1/2 സ്റ്റാക്കായിട്ടുണ്ട്, അത് മതി. നമ്മുടെ ഗ്ലാസ് എത്രയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഹെയ്ബേൽസ് ഉണ്ടായിരുന്നു, നമുക്ക് ഇത് വേഗം ഒന്ന് പറിച്ചെടുക്കാം. ഇതും എടുക്കാം ഗൈസ്, കാരണം നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയത് വെച്ച്. നമുക്ക് ഇത് വെച്ച് ഫുഡിന് സപ്ലൈ ആയി വെച്ച് നമുക്ക് വീട്ടുണ്ടാക്കാം. ഇപ്പോൾ ഗൈസ് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എടുത്തോണ്ട് നമുക്ക് പോവാം. നമ്മുടെ ഫർണസിൽ ഗ്ലാസ് എത്രയായി? 13 ഗ്ലാസ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് വേഗം തന്നെ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാം. കുറേ ഉണ്ടാക്കാം ഗൈസ്, ഫുഡില്ല നമ്മുടെ കയ്യിൽ. ബ്രെഡ് ഈസ് വെരി ഹെൽത്തി ഗൈസ്. 30 ബ്രെഡേ ഉള്ളൂ. ബ്രെഡ് പെട്ടെന്ന് മറ്റേ ഹങ്കർ ബാർ കൂട്ടുന്നതാണ് ഗൈസ്. നമുക്ക് ഈ ഗ്ലാസ്സിനെ എന്ത് ചെയ്യണം? പ്ലെയിൻ ഗ്ലാസ് ആക്കണം. പ്ലെയിൻ ഗ്ലാസ് എങ്ങനെ ആക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്കിത് മൊത്തം പ്ലെയിൻ ഗ്ലാസ് ആക്കിയപ്പോൾ നമുക്ക് 32 പ്ലെയിൻ ഗ്ലാസ്സേ കിട്ടിയുള്ളൂ. ഒന്നുമില്ലേ. ഇപ്പോൾ ഗൈസ് ബാക്കിയുള്ളതും കൂടെ ഒന്ന് സെറ്റായി വരട്ടെ. അയ്യോ അതെവിടെയായിരുന്നു ഗൈസ്? എനിക്ക് ഷിറ്റ്, ഇതിലാണല്ലോ അല്ലേ? പിന്നെ 48. ഇവിടെ എനിക്ക് ഇനിയും വേണം. എനിക്ക് വേഗം വേണം ഗൈസ്. ഇപ്പോൾ എത്ര എണ്ണമായി? ഇപ്പോൾ 1 സ്റ്റാക്കായി ഗൈസ്. ഇപ്പോൾ 1 സ്റ്റാക്കായി. പക്ഷെ നമുക്ക് ഇതിലും കൂടുതൽ സ്റ്റാൻഡ് വേണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാൻഡ് പോയി കളക്ട് ചെയ്യാം ഗൈസ്. അയ്യോ ഗൈസ്, നമ്മുടെ ഷവല് പൊട്ടിയായിരുന്നു നേരത്തെ. നമുക്കൊരു ഷവലുണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിൽ ഓക്കിൻ്റെ വുഡില്ല. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി. പിന്നെ സ്റ്റിക്സുമായി സെറ്റ്. ഇതേ ഗൈസ് നമ്മുടെ വണ്ടറിങ് ട്രെയിലർ. അടുത്ത സൗകര്യമില്ല പോടാവേ. കാർട്ടോഗ്രാഫി വേണ്ട. നമ്മളിപ്പോൾ എന്തോ ഉണ്ടാക്കാൻ വന്നത്? ഷവൽ. ഓക്കെ, ഷവൽ സെറ്റായിട്ടുണ്ട്. ഷവൽ എന്ത് ചെയ്യേ? അപ്പം ഞാൻ പോയി വേഗം കുറച്ചും കൂടെ ഗ്ലാസ് പോയി മൈൻഡ് ചെയ്യട്ടെ. ഞാൻ അവിടെ നിന്ന് കുറേ ഗ്ലാസ് സാൻഡ് മൈൻഡ് ചെയ്തായിരുന്നു. അയ്യോ ഗ്ലാസ് അല്ലല്ലോ, സാൻഡ് മൈൻഡ് ചെയ്യാൻ പോട്ടെ. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൊട്ടിച്ചെടുത്ത സാൻഡ് മൊത്തം. ഇവിടുത്തെ സാൻഡെല്ലാം പോയല്ലോ. ഞാൻ ഇപ്പം അടിയിലോട്ട് കുഴിക്കണമല്ലോ. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കുഴിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്.
ഡ്രൗൺ അല്ലേ അത്? നമ്മൾ വളരെ സാഹസികമായി ഡ്രൗണിനെ കൊന്നിട്ടുണ്ട്. പിന്നെ പേടിക്കാനില്ല. പിന്നെ രാത്രി ആവാറായിട്ടുണ്ട് ഗൈസ്, അത് വേറൊരു കാര്യം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ്. ഓ ഷീറ്റ്, അടുത്ത ഡ്രൗൺ. ഓ എടാ, നീയൊക്കെ ഏത് കാലത്ത് നിന്നാടാ വരണേ? നീയൊക്കെ എവിടെ നിന്നാടാ വരുന്നേ? ഇൻവെൻട്രി ഫുള്ള് ഗൈസ്. രാത്രി ആവാറായി. നമുക്ക് നേരെ നമ്മുടെ വില്ലേജിൻ്റെ അടുത്തോട്ട് പോകാം. ഇത്രയും സാധനം മതി. 15 സാധനം കുഴപ്പമില്ല, സീനില്ല. വേഗം നമുക്ക് പോയി കിടക്കാം, കാരണം രാത്രി ആവാറായിട്ടുണ്ടേ. കൂടെ നമുക്ക് കുറച്ചും കൂടെ പ്ലെയിൻ ഗ്ലാസസ് ഉണ്ടാക്കണം. അവിടെ മൊത്തം നമുക്ക് വെക്കാനുള്ളതാണ് ഗൈസ്. ഇച്ചിരി പണിയാണ്. എനിക്ക് ഈ എപ്പിസോഡ് കൊണ്ടെടുത്ത് തീർക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഷിറ്റ് ഗൈസ്, നമ്മുടെ ഇൻവെൻട്രി ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ 3 എമറാൾഡ്, ഒരു ബ്രെഡും ഉണ്ട്. ബ്രെഡ് എന്ത് ചെയ്യും? ബ്രെഡ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം ഗൈസ്. അപ്പോൾ സ്പേസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇനി മേളിലോട്ട് കയറി പോകുന്ന പറഞ്ഞ് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. നമ്മളെ കയ്യിലിപ്പോൾ 12 ഗ്ലാസ് ഉണ്ട്. വേഗം തന്നെ അത് പ്ലെയിൻ ഗ്ലാസ് ആക്കണം. വേഗം. ഓക്കെ, പ്ലെയിൻ ഗ്ലാസ് ആയിട്ടുണ്ട്, സെറ്റാണ്. നമ്മളിപ്പോൾ ഈ വീട്ടിലാണ് ഉറങ്ങാൻ പോണത്, വേക്കപ്പ് വില്ലേജ്. യെസ് ഗൈസ്, നമ്മൾ ഉറങ്ങുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ കുറേ ഡേയ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡേ 6 ആണ് ഗൈസ്. ഡേ 6 ആയിട്ട് നമ്മളെ പണിയൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഒരു പകുതി സ്റ്റാക്ക് ആവാറായിട്ടുണ്ട് ഗൈസ്. പ്ലെയിൻ ഗ്ലാസ് ആവാനുള്ളതായിട്ടില്ല. അതുവരെ നമ്മളിനി എന്ത് ചെയ്യും ഗൈസ്? ബോറടിക്കുന്നു. പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് വീട്ടിലെ ടോർച്ച് എടുത്തോണ്ട് പോയി. ഇല്ലടാ, എമറാൾഡിന് പകരം ഫാർമറിന് നമ്മൾ ഇത് കൊടുത്താൽ നമ്മളിൽ നോട്ടിന് പേപ്പർ. നമ്മൾ ലെവൽ 13 എമറാൾഡ് വരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേറൊരു ട്രഷർ കാർട്ടോഗ്രാഫർ. ഇവിടെ ഫാർമറുണ്ടോ? ഞാൻ വേണം കുറച്ച് വീട്ടിൽ വന്ന് തന്നെ സഹായിക്കാം. തനിക്ക് എമറാൾഡ് ഇയാൾ എന്നെ തരും. ഡോ നിക്കടോ, റീഡ് 5 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്ലൗസും ഇത് തരും. ഇതൊന്നും തരാൻ പോകുന്നില്ല. പോടാവേ, ഞാൻ പോടുവോ? ഇവിടെ നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ടൊക്കെ തീർക്കാന്ന്. ഞാനാണെങ്കിൽ എനിക്ക് വേറെ പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പം എത്രേ? ഇപ്പോൾ ഒരു സ്റ്റാക്ക് ഇതുവരെയായിട്ടും ആയില്ലേ? എടാ, ഇത്ര നേരമായിട്ട് ഒരു സ്റ്റാക്ക് ആയിട്ടില്ല ഇതുവരെ. ഞാൻ ഇനി എന്നാ ചെയ്യും? നമ്മുടെ കൊബിൾ സ്റ്റോൺ തീരാറായി. കൂടാതെ നമ്മുടെ കൊബിൾ സ്റ്റോൺ ഒരു 3 എണ്ണേ ഉള്ളൂ. ആ 3 എണ്ണം കൊണ്ട് ഞാൻ പിക്കാക്സ് ഉണ്ടാക്കാൻ പോകും. 3 എണ്ണം തീർന്നു. നല്ല കാര്യം. പോകും ഗൈസ്. നമുക്കിനി സ്റ്റോൺ മൈൻ ചെയ്യണം. കുറേ വേണം ഗൈസ്, കുറേ. രാവിലെ ഇവിടെ റെയ്ഡ് വരാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, വന്നാൽ ഞാൻ മുമ്പ് ഇവിടെയുള്ള സ്റ്റോൺ മൊത്തം മൈൻ ചെയ്യണം ഗൈസ്. എങ്ങനെയെങ്കിലും നമുക്ക് ഷിറ്റ്, സോങ്ങിയുടെ സൗണ്ടല്ലേ ഞാനാ കേൾക്കണേ. അവിടെ വെച്ച് ചേർത്താൽ നമ്മുടെ ഒരു പ്രഷ്യസ് ലൂട്ടുള്ളത് നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ഗ്ലാസ്സാണ്. ഗ്ലാസ് തന്നെ പോവും. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണം ഗൈസ്, ഇനിയും വേണം.
പക്ഷേ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ഈ എപ്പിസോഡ് കൊണ്ട് നമുക്കിത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കുറേ നേരമായി. ഫർണസ് 9 എണ്ണം ഉണ്ട് ഗൈസ്. നമുക്കപ്പോൾ എത്രണ്ണം ഉണ്ടാക്കാൻ പറ്റും? വീണ്ടും 16 എണ്ണം ടോട്ടൽ. യെസ് ഗൈസ്, 2 സ്റ്റാക്കായിരിക്കുന്നു സുഹൃത്തുക്കളെ, 2 സ്റ്റാക്ക്. അപ്പോൾ ഗൈസ് പണിക്ക് കിടക്കാൻ ഇനി നമ്മളിനി ആ മേലോട്ടും പോകണം. നമ്മളതിൽ കുറച്ച് സ്റ്റോണേ ആയിട്ടുള്ളൂ, എല്ലാം വളരെ കുറവാണ് ഗൈസ്. സപ്ലൈസ് എല്ലാം ഭയങ്കര കുറവാണ്. അപ്പം നമ്മളെ മേലോട്ട് കയറി പോകുന്ന വേറൊരു സപ്ലൈ അതൊട്ടുമില്ല. ഇത് പൊട്ടിച്ചാണ് ഗൈസ് ഞാൻ എന്നും മേളിൽ കയറുന്നത്, അത്രയ്ക്കും ദരിദ്രമാണ്. എന്തോ ഗൈസ് ദാരിദ്ര്യവാസിയാണ്. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങനെ കയറിപ്പോ? എനിക്കൊരു ബ്ലോക്ക് വെക്കണം. ഓക്കെ, ഇതന്നെ എത്രാമത്തെ സ്റ്റോൺ പിക്കാക്സ് എനിക്ക് പോലും അറിയില്ല എൻ്റെ കണക്ക്. ഇവിടെ നമ്മളൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഈ സൈഡ് കയറി പോവാൻ. ഇവിടെ നിന്ന് നമ്മളൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ബേസിൻ്റെ അടുത്തോട്ടൊരു സ്റ്റെപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് പാവപ്പെട്ടവൻ്റെ സ്റ്റെപ്പ്. കുറേ നേരം എടുത്തു, സത്യം പറയാലോ ഭയങ്കര പാടാണ്. ഇനി ഇതാണ് ഗൈസ് ലോകത്തിലെ ഏറ്റവും വലിയ പാടുപെട്ട പരിപാടി. ഇതിനി അപ്പുറം വരെ പണിഞ്ഞു പോകണം. Ouch. Ui. പക്ഷേ ഇതാണ് ലോകത്തിലെ ഏറ്റവും പാടുപെട്ട പരിപാടി, പ്ലെയിൻ ഗ്ലാസ് വെക്കാനാണ്. ഇനി ഞാനിത് എടുത്തു കഴിഞ്ഞ് എനിക്ക് എഡിറ്റ് ചെയ്യണം ഗൈസ്, അത് ഏറ്റവും വലിയ പരിപാടി. ഇതെന്തോരം നേരം എടുക്കും ദൈവമേ, എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.